നമസ്കാരം. KCB വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. പരിശീലനം പൂർത്തിയാക്കിയ 31A ബാച്ചിലെ 141 സബ് ഇൻസ്പെക്ടർമാർ പോലീസ് സേനയിൽ. കൊടകര സെന്റ് ഡോൺ ബോസ്കോ സ്കൂളിൽ പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമം നടത്തി. റഷ്യയിൽ മിലിറ്ററി ക്യാമ്പിൽ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ഹെൽപ്പർ ജോലി വാഗ്ദാനം ചെയ്ത് 1,70,000 രൂപ വാങ്ങി പറ്റിച്ചതായി പരാതി. പുതുക്കാട് ഉഴിഞ്ഞാൽപ്പാടം പാലത്തിനു സമീപം വഴിയരികിൽ ലോട്ടറി വിൽപ്പന നടത്തുന്ന അംഗപരിമിതിയായ യുവതിക്ക് നേരെ ആക്രമണം. ലയൺസ് ക്ലബ് പേരാമ്പ്ര ഡ്രീം സിറ്റിയുടെ നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തി. വിശദമായ വാർത്തകളിലേക്ക്. പരിശീലനം പൂർത്തിയാക്കിയ 31A ബാച്ചിലെ 141 സബ് ഇൻസ്പെക്ടർമാർ പോലീസ് സേനയിൽ. കേരളത്തിലെ പോലീസ് സേന ആർജിച്ച കഴിവ് പെട്ടെന്ന് ഉണ്ടായതല്ലെന്നും അതിന് ഇരുണ്ട കാല ചരിത്രമുണ്ട്. ഇനിയും പോലീസിന്റെ സേവനം ജനസൌഹൃദമാകണം. പരിശീലനം പൂർത്തിയാക്കിയ 31A ബാച്ചിലെ 141 സബ് ഇൻസ്പെക്ടർമാരുടെ പാസിംഗ് ഔട്ട് പരേഡിന് കേരള പോലീസ് അക്കാദമിയിൽ അഭിവാദ്യം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരള പോലീസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ 31A ബാച്ചിലെ 141 സബ് ഇൻസ്പെക്ടർ പരിശീലനാർത്ഥികളുടെ പാസിംഗ് ഔട്ട് പരേഡിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരള പോലീസ് അക്കാദമി മുഖ്യ പരേഡ് ഗ്രൌണ്ടിൽ കേഡറ്റുകളുടെ അഭിവാദ്യം സ്വീകരിച്ച് സേനാംഗങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷേഖ് ദർവേഷ് സാഹിബ്, IGP ആൻഡ് ഡയറക്ടർ കേരള പോലീസ് അക്കാദമി A. അക്ബർ എന്നിവരും സേനാംഗങ്ങളുടെ അഭിവാദ്യം സ്വീകരിച്ചു. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും പരിശീലനാർത്ഥികളുടെ ബന്ധുമിത്രാദികളും ചടങ്ങ് വീക്ഷിക്കാനെത്തി. പരിശീലനത്തിലുടനീളം മികച്ച പ്രകടനം കാഴ്ചവെച്ചവർക്ക് ചടങ്ങിൽ മുഖ്യമന്ത്രി ട്രോഫികൾ സമ്മാനിച്ചു. 2023 നവംബർ 14-നാണ് പോലീസ് സബ് ഇൻസ്പെക്ടർമാരുടെ പരിശീലനം കേരള പോലീസ് അക്കാദമിയിൽ ആരംഭിക്കുന്നത്. ഒരു വർഷക്കാലത്തെ അടിസ്ഥാന പരിശീലനത്തിന്റെ ഭാഗമായി ഔട്ട്ഡോർ വിഭാഗത്തിൽ പരേഡ്, ശാരീരിക ക്ഷമതാ പരിശീലനം എന്നിവയ്ക്ക് പുറമെ ഷീൽഡ് ആൻഡ് ലാത്തി ഡ്രിൽ, 1 മിനിറ്റ് ഡ്രിൽ, സെറിമോണിയൽ ഡ്രിൽ, സ്വാഡ് ഡ്രിൽ, ക്രെയിൻ ഡ്രിൽ, മോബ് ഓപ്പറേഷൻ, ഒബ്സ്റ്റക്കിൾ കോഴ്സ്, ഫീൽഡ് ക്രാഫ്റ്റ് ആൻഡ് മാപ്പ് റീഡിംഗ്, ബോംബ് ഡിറ്റക്ഷൻ ആൻഡ് ഡിസ്പോസൽ, കരാട്ടെ, യോഗ, നീന്തൽ, ഡ്രൈവിംഗ് എന്നിവയിലും വിദഗ്ധ പരിശീലനം നൽകി. കൂടാതെ SOGയുടെ കീഴിൽ കമാൻഡോ ട്രെയിനിംഗ്, ഹൈ ആൾട്ടിറ്റ്യൂഡ് ട്രെയിനിംഗ്, കോസ്റ്റൽ സെക്യൂരിറ്റി ട്രെയിനിംഗ് എന്നിവയിലും AK-47, ഥാർ, ഇൻസാസ്, SLR, MLG, ഗ്ലോക്ക് പിസ്റ്റൽ, 9mm പിസ്റ്റൽ, കാർബൈൻ എന്നിവയിൽ ഫയറിംഗ് പരിശീലനവും നൽകി. ഇൻഡോർ വിഭാഗത്തിൽ ഇന്ത്യൻ ഭരണഘടന, ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ അധിനിയം, ഇന്ത്യൻ ശിക്ഷാ നിയമം, ക്രിമിനൽ നടപടിക്രമം, തെളിവ് നിയമം, മറ്റു നിയമങ്ങൾ, പോലീസ് സ്റ്റേഷൻ മാനേജ്മെന്റ്, ട്രാഫിക് മാനേജ്മെന്റ്, കേസ് അന്വേഷണം, VIP ബന്ദോബസ്ത്, ഇന്റേണൽ സെക്യൂരിറ്റി, ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ഫോറൻസിക് സയൻസ്, ഫോറൻസിക് മെഡിസിൻ, കമ്പ്യൂട്ടർ, സൈബർ കുറ്റകൃത്യങ്ങൾ, ക്രിമിനോളജി, പീനോളജി, വിക്ടിമോളജി, സ്ത്രീകൾ, കുട്ടികൾ, മുതിർന്ന പൌരന്മാർ, ജെൻഡർ ന്യൂട്രൽസ് തുടങ്ങിയവരോടുള്ള പെരുമാറ്റം, പരിസ്ഥിതിക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ തടയൽ, ഫസ്റ്റ് എയ്ഡ് തുടങ്ങിയ വിഷയങ്ങളിൽ ക്ലാസ് റൂം പരിശീലനവും നൽകി. കേരളം സമീപകാലത്ത് നേരിട്ട പ്രളയക്കെടുതികൾ പോലുള്ള പ്രകൃതി ദുരന്തങ്ങളിൽ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ ഡിസാസ്റ്റർ മാനേജ്മെന്റ് വിഷയത്തിൽ നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സിലെ വിദഗ്ധർ പരിശീലനം നൽകി. സർക്കാർ വിഭാവനം ചെയ്യുന്ന തരത്തിൽ നവകേരള സൃഷ്ടിക്കായി പോലീസിന്റെ തൊഴിൽ വൈദഗ്ധ്യം വർദ്ധിപ്പിക്കുന്നതിനും പൊതുജനങ്ങളോടുള്ള പെരുമാറ്റം മെച്ചപ്പെടുത്തുന്നതിനും പോലീസിന്റെ ആപ്തവാക്യമായ മൃദുഭാവേ ദൃഢകൃത്യേ അന്വർത്ഥമാക്കുന്നതിനും ഉതകുന്ന രീതിയിലുള്ള പരിശീലനമാണ് നൽകിയത്. കോസ്റ്റൽ സെക്യൂരിറ്റി പ്രായോഗിക പരിശീലനം കൊച്ചി നേവൽ ബേസിലും ഫോർട്ട് കൊച്ചി തീരദേശ പോലീസ് സ്റ്റേഷനിലും, ഫോറൻസിക് മെഡിസിൻ പ്രായോഗിക പരിശീലനം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ലഭ്യമാക്കി. പരിശീലന കാലയളവിൽ തന്നെ പ്രായോഗിക പരിശീലനം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി തൃശൂർ ജില്ലയിലും തൃശൂർ പൂരത്തോടനുബന്ധിച്ചുള്ള ക്രമസമാധാന പാലന ഡ്യൂട്ടിക്കും നിയോഗിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കുന്നംകുളത്തെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ VVIP ഡ്യൂട്ടിക്കും നിയോഗിച്ചു. തൃശൂർ ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ പ്രായോഗിക പരിശീലനം നൽകി. 141 പരിശീലനാർത്ഥികളിൽ 56 പേർ വിവാഹിതരാണ്. തിരുവനന്തപുരം 27, കൊല്ലം 20, പത്തനംതിട്ട 5, ആലപ്പുഴ 8,
കോട്ടയം 8, ഇടുക്കി 2, എറണാകുളം 14, തൃശൂർ 10, പാലക്കാട് 12, മലപ്പുറം 6, കോഴിക്കോട് 8, വയനാട് 4, കണ്ണൂർ 10, കാസർഗോഡ് 7 എന്നിങ്ങനെയാണ് പരിശീലനാർത്ഥികളുടെ ജില്ല തിരിച്ചുള്ള കണക്ക്. പരിശീലനം പൂർത്തിയാക്കിയവരിൽ PhD 1, BTech 41, MTech 6, MBA 8, ബിരുദാനന്തര ബിരുദം 24, ബിരുദം 60 പേർ എന്നിങ്ങനെയാണ്. നമ്മുടെ രാജ്യത്തിന്റെ മതനിരപേക്ഷതയ്ക്ക് ഒരു പോറലും തട്ടാതിരിക്കണം. അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ ഏറ്റവും ഭദ്രമായ ക്രമസമാധാന നില പാലിക്കുന്ന സംസ്ഥാനമാണ് കേരളം. അതിലും ഒരു ഘടകം പോലീസിന്റെ പ്രവർത്തനം തന്നെയാണ്. ഇവിടെ ക്രമസമാധാനം കൊടകര സെന്റ് ഡോൺ ബോസ്കോ സ്കൂളിൽ പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമം നടത്തി. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടത്തിയ സംഗമം OISA പ്രസിഡന്റ് ജിത് പോൾ ഉദ്ഘാടനം ചെയ്തു. മുൻ ഹെഡ് മിസ്റ്റേഴ്സ് റവറന്റ് സിസ്റ്റർ ആനി ഗ്രേസ് അധ്യക്ഷയായിരുന്നു. OISA സെക്രട്ടറി ബിജി ഡേവിസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. PTA പ്രസിഡന്റ് VR രഞ്ജിത്ത്, മുൻ അധ്യാപകരായ മാർഗ്രറ്റ്, ജെൻസ എന്നിവർ സംസാരിച്ചു. സംഗമത്തിനെത്തിയവരിൽ ഏറ്റവും പ്രായം കൂടിയ അധ്യാപികയായ മേരി ടീച്ചറെയും പഠിച്ചവരിൽ എത്തിയ ഏറ്റവും പ്രായം കൂടിയ വിദ്യാർത്ഥിനിയായ റോസി ജോർജിനെയും ആദരിച്ചു. പൂർവ്വ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ നടന്നു. ഹെഡ് മിസ്റ്റർ സിസ്റ്റർ സംഗീത സ്വാഗതവും സിസ്റ്റർ പ്രവീണ തെരേസ നന്ദിയും അറിയിച്ചു. അല്ലെങ്കിൽ അസോസിയേഷനുകൾക്ക് സാധിക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ OISA പ്രസിഡന്റ് എന്ന് പറയുന്ന സ്ഥാനം ഏറ്റെടുത്ത് എനിക്ക് കാര്യമായി ഇതിൽ കൂടുതൽ കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധിച്ചില്ല. എന്നിരുന്നാലും ഞാൻ പറഞ്ഞു ഇതിനോട് സഹകരിക്കാൻ. ഇനി ഒരു മത്സര പരീക്ഷ നടന്ന് അതിൽ വിജയിച്ച വിദ്യാർത്ഥികളെ ഒന്ന് അനുമോദിക്കാൻ ബാച്ച് വൈസ് ആയാലും നമുക്കൊന്ന് കടന്നു വന്ന് ആ വിദ്യാർത്ഥികളുടെ മുമ്പിൽ ഒരു പൂവെങ്കിലും കൊടുത്ത് ഒരു മധുരമെങ്കിലും കൊടുത്ത് അവരുടെ കൂടെ ആ സന്തോഷത്തിൽ പങ്കുചേരാൻ സാധിച്ചാൽ അതും വലിയ ഒരു പുണ്യമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. ഇവിടുത്തെ ഹെഡ് മിസ്റ്റേഴ്സ് പറഞ്ഞതുപോലെ 48-ൽ ആരംഭിച്ച ഈ വിദ്യാലയത്തിൽ ഇപ്പോൾ അനേക വർഷങ്ങൾ കഴിഞ്ഞു. 2015 വരെയുള്ള പൂർവ്വ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും അനധ്യാപികമാരെയുമാണ് ക്ഷണിച്ചിരിക്കുന്നത് ഇന്നത്തെ പരിപാടിക്ക്. തീർച്ചയായിട്ടും ഇതൊന്നുമല്ല, ഇവിടെ ഹോള് നിറഞ്ഞ് ഈ റോഡ് വരെ അതിൻ്റെ അപ്പുറം വരെ എത്തേണ്ട ആളുകൾ വരേണ്ടതാണ്. പുതുക്കാട് ഉഴിഞ്ഞാൽപ്പാടം പാലത്തിനു സമീപം വഴിയരികിൽ ലോട്ടറി വിൽപ്പന നടത്തുന്ന അംഗപരിമിതിയായ യുവതിക്ക് നേരെ ആക്രമണം. ചുറ്റിക കൊണ്ട് തലയ്ക്കടിയേറ്റ യുവതി പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. ചാലക്കുടി മേലൂർ നമ്പ്യാര് വീട്ടിൽ 32 വയസ്സുള്ള അമ്പിളിക്കാണ് പരിക്ക്. ശനിയാഴ്ച ഉച്ചയോടെയാണ് സംഭവം. പുതുക്കാട് ലോഡ്ജ് നടത്തുന്ന സ്ത്രീയാണ് ആക്രമിച്ചത്. മുച്ചക്ര വാഹനത്തിൽ ലോട്ടറി വിൽപ്പന നടത്തുന്ന അമ്പിളിയുടെ അരികിലെത്തിയ സ്ത്രീ ആക്രമിക്കുകയായിരുന്നുവെന്ന് പറയുന്നു. ഞാൻ കച്ചവടത്തിനിരിക്കുകയായിരുന്നു, ലോട്ടറി കച്ചവടത്തിനെ. അപ്പോൾ കച്ചവടത്തിനിരിക്കുമ്പോൾ പെണ്ണുമ്പിള്ള അതിലിങ്ങനെ നടന്നു വരുന്നുണ്ടായിരുന്നു. ഒരു കവർ എടുത്തിട്ട് നടന്നു വരുന്നുണ്ടായിരുന്നു. നടന്നു വരുമ്പോൾ എന്നോട് പറഞ്ഞു, എന്നോട് മിണ്ടാറൊന്നുമില്ല. ഞാൻ ആളോട് മിണ്ടാറില്ല, ആളോട് സംസാരിക്കാറൊന്നുമില്ല, മിണ്ടാറും കൂടി ഇല്ല ആളോട്. അപ്പോൾ ആൾ വന്നിട്ട് എന്നോട് ചോദിച്ചു, എനിക്ക് ഒരു സമ്മാനം കൊണ്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ചിരിച്ചിട്ടാണ് വന്ന ആൾ. അപ്പോൾ ഞാൻ എന്തിട്ട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആദ്യം തന്നെ കുറേ ചളി എടുത്ത് മൂത്ത് തേച്ചു. എൻ്റെ ചളി എടുത്ത് തേച്ച് കഴിഞ്ഞിട്ട് കുറേ അടി അടിച്ചു. ചെകിടുത്ത് അടിച്ചു കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ ആളുടെ കയ്യിൽ ചിറ്റിക ഇരിക്കുന്നുണ്ടായിരുന്നു, സാധാ അണി അടിക്കുന്ന ചിറ്റിക. ആ ചിറ്റി കൊണ്ട് ഒറ്റ അടി അടിച്ച വഴിക്ക് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ അപ്പുറത്ത് ഫ്രൂട്ട്സ് കടയും ലോട്ടറി കടയൊക്കെ ആൾ തല്ലി തവിട് പൊടിയാക്കിയിട്ട് ബജ്ജിക്കടയുണ്ട്. അതുമ്പോൾ കുറേ തല്ലിയപ്പോൾ അത് ഒന്നും പറ്റില്ല. പക്ഷെ എൻ്റെ വണ്ടി 3 വീലറാണ്, അത് തല്ലി ഒരുവിധം നശിപ്പിച്ചിട്ടു. മുഖത്ത് ചെളി വാരി തേച്ച ശേഷം അടിക്കുകയും കയ്യിൽ കരുതിയ ചുറ്റിക കൊണ്ട് തലയ്ക്കടിക്കുകയുമായിരുന്നു. അമ്പിളിയുടെ മുച്ചക്ര വാഹനവും സമീപത്തുള്ള ഫ്രൂട്ട്സ് കച്ചവടക്കടയും സ്ത്രീ അടിച്ചു തകർത്തു. ആക്രമണം കണ്ട നാട്ടുകാർ ഓടിയെത്തിയാണ് അമ്പിളിയെ രക്ഷപ്പെടുത്തിയത്. പുതുക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ആക്രമിച്ച സ്ത്രീക്ക് മാനസികാസ്വാസ്ഥ്യമുള്ളതായി പോലീസ് പറഞ്ഞു. അന്യായമായ വൈദ്യുതി ചാർജ് വർധനവിനെതിരെ യൂത്ത് കോൺഗ്രസ് ഒല്ലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചൂട്ട് കത്തിച്ച് പ്രതിഷേധ പ്രകടനം ഒല്ലൂർ സെന്ററിൽ നടത്തി. യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി റെജിൻ നാലുകണ്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് ഒല്ലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് അൽജോ ചാണ്ടി അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ഷൈജു കുര്യൻ, സന്ദീപ് സഹദേവൻ, ബിനോയ് പടിക്കല, നോബിൻ കച്ചേലിക്കര, ഉണ്ണി കൊച്ചുപുരയ്ക്കൽ, സുമേഷ് മുല്ലക്കര, ജിഫിൻ ജോയ്, ശ്രീനാഥ് നന്ദകുമാർ എന്നിവർ സംസാരിച്ചു.
ജിൻഡോ ജോർജ്, ഡെൽവിൻ ഡേവിസ്, നന്ദകുമാർ വൈക്കര, നിഖിൽ ഡേവിസ്, അബ്രഹാം എൽസി, ജിസൺ സണ്ണി, അനൂപ് മരത്താക്കര, മിഥുൻ മാധവ്, സജീവൻ മുല്ലപ്പള്ളി, സനീഷ് ടി എസ്, സിബിൻ ജോസഫ് എന്നിവർ നേതൃത്വം നൽകി. റഷ്യയിൽ മിലിറ്ററി ക്യാമ്പിൽ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ഹെൽപ്പർ ജോലി വാഗ്ദാനം ചെയ്ത് 1,70,000 രൂപ വാങ്ങി പറ്റിച്ചതായി പരാതി. കൊടകര വട്ടേക്കാട് കാട്ടുകളയ്ക്കൽ വീട്ടിൽ ഷൺമുഖനാണ് കൊടകര പോലീസിൽ പരാതി നൽകിയത്. റഷ്യയിലെത്തിയ തന്നെക്കൊണ്ട് മിലിറ്ററി ഉദ്യോഗസ്ഥർ യുദ്ധമുഖത്ത് അടിമപ്പണി ചെയ്യിപ്പിച്ചതായാണ് പരാതി. ചാലക്കുടി റെയിൽവേ സ്റ്റേഷനു സമീപം സ്റ്റീവ് എന്ന സുമേഷ് ആന്റണിക്കെതിരെയാണ് പരാതി. ഷൺമുഖന്റെ പരാതി പ്രകാരം കൊടകര പോലീസ് സുമേഷിനെതിരെ മനുഷ്യക്കടത്തിന് കേസെടുത്തു. കൃഷിയിലെ ബിസിനസിന് വലിയ പ്രാധാന്യമുണ്ടെന്നും കാർഷിക മേഖലയിലെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ലക്ഷ്യമെന്നും ആധുനിക സൌകര്യങ്ങളോടെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വിപണനം നടത്തി അതുവഴി കർഷകർക്ക് വരുമാനമുണ്ടാക്കാനുള്ള ശ്രമം വലിയ വിജയം കാണുകയാണെന്നും മന്ത്രി അറിയിച്ചു. ചാലക്കുടി അഗ്രി ബിസിനസ് കാർഷിക മേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ്. ചാലക്കുടി എംഎൽഎ സനീഷ് കുമാർ ജോസഫിന്റെ നേതൃത്വത്തിൽ കൃഷിവകുപ്പും കാർഷിക സർവകലാശാലയും സംയുക്തമായി ചാലക്കുടി അഗ്രി ബിസിനസ് ചാലക്കുടി കൂടപ്പുഴ അഗ്രോണമിക് റിസർച്ച് സെന്ററിലാണ് നടക്കുന്നത്. എംഎൽഎ സനീഷ് കുമാർ ജോസഫ് അധ്യക്ഷനായി. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരമൊരു കാർഷിക മേള. ഇത് ചാലക്കുടിയിലാണെന്നും അതിന് മുൻകൈയെടുത്ത് എംഎൽഎ സനീഷ് കുമാർ ജോസഫിനെ മന്ത്രി അഭിനന്ദിച്ചു. ചാലക്കുടിയുടെ കർഷകർക്കാണ് ഏറ്റവും വലിയ ഗുണം ലഭിക്കുക. കാർഷിക മേളയുടെ ഭാഗമായി കാർഷിക ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം, വിപണനം, പരിശീലനം, സെമിനാറുകൾ, കലാപരിപാടികൾ 3 ദിവസത്തെ കാർഷിക മേളയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മേഖലയിൽ കഴിവ് തെളിയിച്ച 4 കർഷകരെ മന്ത്രി ആദരിച്ചു. 2030 കൈവരിക്കേണ്ട നേട്ടങ്ങളുടെ പദ്ധതി രേഖയുടെ പ്രകാശനവും മന്ത്രി നിർവഹിച്ചു. ഇസാഫ് MD പോൾ തോമസ് മുഖ്യാതിഥിയായിരുന്നു. നഗരസഭാ ചെയർമാൻ എബി ജോർജ്, ശ്രീവത്സൻ കെ മേനോൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ഠരുമഠത്തിൽ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പ്രിൻസി ഫ്രാൻസിസ്, KP ജെയിംസ്, മായ ശിവദാസൻ, നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ആലിഷ് ഷിബു, പാർലമെന്ററി പാർട്ടി ലീഡർമാരായ ഷിബു വാലപ്പൻ, CS സുരേഷ്, മുൻ ചെയർമാൻ VO പൈലപ്പൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ അഡ്വക്കേറ്റ് ബിജു S ചിറയത്ത്, MM അനിൽകുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗം ലീല സുബ്രഹ്മണ്യൻ, കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരായ N ശ്രീലത, ഡോക്ടർ A ഗോപാലകൃഷ്ണൻ, ഡോക്ടർ രാജി P, ഷീല, റെജിമോൾ, ലാൽ സുന, ഡോക്ടർ മിനി എബ്രഹാം തുടങ്ങിയവർ സംസാരിച്ചു. വില കൊടുത്തിട്ട് വാങ്ങുകയാണ് നമ്മൾ ചെയ്യുന്നത്. ആരാണ് അതിൻ്റെ എല്ലാം വില നിശ്ചയിച്ചിരിക്കുന്നത്? അവിടെയെല്ലാം വില നിശ്ചയിച്ചിരിക്കുന്നത് ആരാണോ ഈ സാധനം ഉണ്ടാക്കിയവർ അതിൻ്റെ വില നിശ്ചയിക്കുകയാണ്. ഞാൻ വാങ്ങുന്ന ഒരു പേനയുടെ വില ആ കമ്പനിക്കാരൻ നിശ്ചയിക്കും. കമ്പനിക്കാരൻ അതിനൊരു കടയിലേക്ക് കൊടുക്കുന്നതിന് ആവശ്യമായ മാർജിൻ ഉൾപ്പെടെ എല്ലാം കണക്കിട്ടായിരിക്കും അത് അതിൻ്റെ വില നിശ്ചയിച്ചിട്ട് ആ വിലയ്ക്ക് അത് വിൽക്കാൻ നിൽക്കുന്നത്. അപ്പം ഏജന്റിന് കൊടുക്കേണ്ട കമ്മീഷൻ ഉൾപ്പെടെ എല്ലായിടത്തും കാണുമായിരിക്കും, വിലയിൽ വരുമ്പോഴേക്കും കാണുമായിരിക്കും. ഒരു കാർഷിക മേള സംഘടിപ്പിക്കുന്നത് ഞാൻ ഈ ആശയം ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ വളരെ ചുരുങ്ങിയ രീതിയിൽ കാർഷിക മേള നടത്തണമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ഡേറ്റ് ചോദിച്ചപ്പോൾ അദ്ദേഹം വളരെ വലിയ ഒരു പ്രോത്സാഹനമാണ് നൽകിയത്. നമുക്ക് 2030 ചാലക്കുടിയിലെ കർഷകർ അല്ലെങ്കിൽ കാർഷിക മേഖല എങ്ങനെയാകണം എന്നുള്ള ദിശാബോധത്തോടു കൂടി നമുക്ക് ഈ പരിപാടി സംഘടിപ്പിക്കണം. ഞാൻ അതിനെല്ലാ സഹായങ്ങളും ചെയ്തു തരാം. ലയൺസ് ക്ലബ്ബ് ഓഫ് പേരാമ്പ്ര ഡ്രീം സിറ്റിയുടെ നേതൃത്വത്തിൽ സൌജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തി. ലയൺസ് ക്ലബ്ബ് ഓഫ് പേരാമ്പ്ര ഡ്രീം സിറ്റിയുടെ നേതൃത്വത്തിൽ ഹീൽ ക്ലിനിക് പേരാമ്പ്ര, സെൻസ് 3 ക്ലിനിക് ചാലക്കുടി എന്നിവരുടെ സഹകരണത്തോടെ സൌജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. പേരാമ്പ്ര സെന്റ് ആന്റണീസ് UP സ്കൂളിൽ നടന്ന മെഡിക്കൽ ക്യാമ്പ് പേരാമ്പ്ര പള്ളി വികാരി റവറന്റ് ഫാദർ ഷാജു പീറ്റർ കാച്ചപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ലയൺ KT ജോണി അധ്യക്ഷനായി. യോഗത്തിൽ ലയൺസ് ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ലയൺ ജോൺസൺ കോലങ്കണ്ണി MJF മുഖ്യപ്രഭാഷണം നടത്തി. ലയൺസ് ക്ലബ്ബ് ഫസ്റ്റ് വൈസ് പ്രസിഡന്റ് ലയൺ ജോയ്സൺ കീരിയത്ത്, സെക്രട്ടറി ലയൺ TK മാത്യു, ട്രഷറർ ലയൺ എഡ്വിൻ ചുങ്കത്ത്, ക്യാമ്പ് കൺവീനർ ലയൺ ടോക്സി ബോസ് എന്നിവർ സംസാരിച്ചു. സൌജന്യ മെഡിക്കൽ ക്യാമ്പിൽ 100ഓളം പേർ ചികിത്സ തേടി. തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തിന്റെയും എമിരിറ്റസ് ബിഷപ്പ് മാർ ജേക്കബ് തൂങ്കുഴിയുടെയും ജന്മദിനം ആഘോഷിച്ചു. തൃശൂർ പൌരാവലിയും ബോൺനഥാലെ സംഘാടക കമ്മിറ്റിയും സംയുക്തമായാണ് ജന്മദിനാഘോഷം സംഘടിപ്പിച്ചത്. 95ാം ജന്മദിനം ആഘോഷിക്കുന്ന മാർ തൂങ്കുഴി പിതാവ് ആരോഗ്യ വിഷമതകളാൽ ചടങ്ങിലേക്ക് എത്തിയില്ല. തൃശൂരിൽ നടന്ന ചടങ്ങിൽ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ, സാമുദായിക, വ്യവസായ രംഗത്തെ പ്രമുഖർ ജന്മദിനാശംസകൾ നേർന്നു.
മേയർ എം കെ വർഗീസ് അധ്യക്ഷനായി. കൽദായ സുറിയാനി സഭയുടെ മെത്രാപ്പോലിത്ത മാർ ഔഗിൻ കുര്യാക്കോസ്, യാക്കോബായ സിറിയൻ ഓർത്തഡോക്സ് സഭയുടെ മെത്രാപ്പോലിത്ത മാർ ക്ലിമീസ്, MLA സനീഷ് കുമാർ ജോസഫ്, ഡെപ്യൂട്ടി മേയർ ML റോസി, പാറമേക്കാവ് ദേവസ്വം പ്രസിഡന്റ് N ബാലഗോപാൽ, സെക്രട്ടറി G രാജേഷ്, തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി K ഗിരീഷ് കുമാർ, കൊച്ചിൻ ദേവസ്വം ബോർഡ് അംഗം പ്രേംരാജ് ചൂണ്ടലാത്ത്, കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ, ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്, BJP സംസ്ഥാന സെക്രട്ടറി A നാഗേഷ്, മുൻ MLA MP വിൻസെന്റ്, ബോർനഥാലെ വർക്കിംഗ് ചെയർമാൻ ഫാദർ അജിത് തച്ചോത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ജന്മദിന കേക്കും മുറിച്ചു. കരുണാ ദിനമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി ജില്ലയിലെ 2 നിർധന കുടുംബത്തിന് നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ കല്ലിടൽ ചടങ്ങും നടത്തി. ജാതിമത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരും സ്നേഹപൂർവ്വം ആഘോഷിക്കുകയാണ്. രണ്ടുപേർ ഒരാൾ 90 എല്ലാവർക്കും അത് തെറ്റിദ്ധാരണ വന്നതുകൊണ്ട് എല്ലാവരും രണ്ടു സ്ഥാനത്ത് ബർത്ത്ഡേ ആഘോഷമാക്കി ഇങ്ങനെ മാറ്റി വാസ്തവത്തിൽ വരുമ്പോൾ അതല്ല, അതൊന്ന് തിരുത്താൻ വേണ്ടിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ക്രിസ്മസിനോടനുബന്ധിച്ച് കരുണാദിനം ആചരിച്ചിരുന്നു ഒന്നത്താല് വരുന്നതിന് മുമ്പ്. ആർക്കും എപ്പോഴും തുണയേകാൻ തുണ പാലിയേറ്റീവ് കെയർ പ്രവർത്തനം ആരംഭിച്ചു. തുണ പാലിയേറ്റീവ് കെയറിന്റെ ഉദ്ഘാടനം ഇരിങ്ങാലക്കുട രൂപതാ ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ നിർവഹിച്ചു. വാർഡ് കൌൺസിലർ CS സുരേഷ് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർമാൻ AB ജോർജ്, ചാലക്കുടി പള്ളി വികാരി ഫാദർ വർഗീസ് പാത്താടൻ, മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ജോയ് മൂത്തേടൻ, നഗരസഭാ മുൻ ചെയർമാൻ VO പൈലപ്പൻ, ബിജി സദാനന്ദൻ, റോസി ലാസർ, ജോൺസൺ, മിനയൻ PR, സനൽ തുടങ്ങിയവർ സംസാരിച്ചു. പുരുഷ വനിതാ വളണ്ടിയർമാരുടെ സേവനവും കിടപ്പ് രോഗികൾക്കാവശ്യമായ കട്ടിൽ, വീൽചെയർ, വാക്കിംഗ് സ്റ്റിക്ക് മുതലായവ സൌജന്യമായി ഉപയോഗത്തിന് നൽകുന്നു. ഷുഗർ, പ്രഷർ പരിശോധിച്ച് നൽകുന്നു. അങ്ങനെ ഒരു ട്രെൻഡിലേക്ക് വന്നിരിക്കുക. ആ ട്രെൻഡിലേക്ക് വന്നതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ ഒരുപാട് പേര് ഒറ്റയ്ക്ക് താമസിക്കുന്നവരായി. ഇതിനൊക്കെ ചെയ്യുന്ന ജോലി ഞാൻ മുമ്പ് കേട്ടപ്പോൾ വളരെ മാതൃകാപരമായിട്ടുള്ളതാണ്. അച്ഛനെ അമ്മയെ ഒക്കെ തൻ്റെ ഈ ജോലികളുടെ ഇടയിലും അവർക്ക് ഒരു ബുദ്ധിമുട്ടും വരാത്ത വിധത്തിൽ അവർക്ക് ശരിക്കും പാലിയേറ്റീവ് കെയറിൻ്റെ നല്ലൊരു മാതൃകയാണ് ഇവർ. പിതാവ്, നമ്മുടെ എല്ലാവരുടെയും വികാരിയച്ഛനായ വാർത്താടനച്ഛൻ, ചാലക്കുടിയിലെ നഗരസഭ പിതാവായ എൻ്റെ പ്രിയ സുഹൃത്തുമായ AB ജോർജ്, മുൻ ചെയർമാൻ. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7140 രൂപ, പവന് 57,120 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവർ. പ്രധാന വാർത്തകൾ വീണ്ടും. പരിശീലനം പൂർത്തിയാക്കിയ 31A ബാച്ചിലെ 141 സബ് ഇൻസ്പെക്ടർമാർ പോലീസ് സേനയിൽ. കൊടകര സെന്റ് ഡോൺ ബോസ്കോ സ്കൂളിൽ പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമം നടത്തി. റഷ്യയിൽ മിലിറ്ററി ക്യാമ്പിൽ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ഹെൽപ്പർ ജോലി വാഗ്ദാനം ചെയ്ത് 1,70,000 രൂപ വാങ്ങി പറ്റിച്ചതായി പരാതി.
പുതുക്കാട് ഉഴിഞ്ഞാൽപ്പാടം പാലത്തിനു സമീപം വഴിയരികിൽ ലോട്ടറി വിൽപ്പന നടത്തുന്ന അംഗപരിമിതിയായ യുവതിക്ക് നേരെ ആക്രമണം. ലയൺസ് ക്ലബ് പേരാമ്പ്ര ഡ്രീം സിറ്റിയുടെ നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.